പക്ഷേ യിരെമ്യാ പ്രവാചകൻ, കണ്ണുനീരിന്റെ പ്രവാചകൻ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ അവനെ പേർ ചൊല്ലി വിളിച്ച് വായിൽ ദൈവദൂത് നൽകപ്പെട്ട ദൈവത്തിന്റെ അഭിഷിക്തൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ഹിതമാ, ദൈവത്തിന്റെ നിശ്ചയമാ, ഇതേ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. സിദെക്കിയ രാജാവ് കാവൽപുരമറ്റത്ത് അവനെ അടച്ചിടുകയും അവൻ കഴുത്തറ്റം ചെളിയോളം അവനെ താഴ്ത്തി നിർത്തുമ്പോഴും അവൻ അവിടെ തനിച്ചാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം, തനിച്ച് ദൈവത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അവൻ അനുകൂലമായൊരു വിധി പ്രസ്താവിച്ചു. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ഒരു എബെദ്മേലെക്കിനെ എന്ന് പറയുന്ന ഒരു ഷണ്ടനെ അവൻ രാജസ്ഥാനിൽ നിർത്താൻ സ്വർഗ്ഗത്തിലെ ഇവൻ കൊണ്ടു നിർത്തി. അവൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വില കൽപ്പിക്കാത്ത ഒന്നിനെ യിരെമ്യാവിന് വേണ്ടി അവൻ നീതി നിർവഹിപ്പാൻ സ്വർഗ്ഗത്തിലെ ഉടത്ത് അവൻ എടുത്ത് ഉയർത്തിയെങ്കിൽ ഈ പകൽ അവൻ ദൈവത്തിന് വേണ്ടി ചങ്കുറപ്പോടെ നിന്നാൽ 2026 ദൈവത്തിന് വേണ്ടി ചങ്കുറപ്പോടെ നിൽക്കുന്ന വർഷമാണ്. ഒന്ന് പറഞ്ഞ്, എൻ്റെ ദൈവത്തെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെക്കുന്ന വർഷമാണ്. രോഗത്തിന്റെ തീവ്രത കൂടുമ്പോൾ, പ്രതിസന്ധികൾ കൂടുമ്പോൾ, എല്ലാ വഴികളും അടഞ്ഞു പോകുമ്പോൾ, എല്ലാ പ്രതിസന്ധികളും കയറി വരുമ്പോൾ, എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ മുമ്പിൽ വെക്കും. ഈ പകലൊന്ന് പറഞ്ഞാട്ടെ, പരാജയമാണോ, ദുഃഖമാണോ, ക്ലേശമാണോ, ജീവിതയാത്രയിൽ കരയുന്ന കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട് ഈ പകൽ. യേശുവിൻ നാമത്തിൽ ചിലതിനോടായി പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, എല്ലായ്പ്പോഴും നിന്റെ മുമ്പിൽ അവനെ ഒന്ന് വെപ്പാനായിട്ട് ഒന്ന് താല്പര്യപ്പെട്. ആമേൻ. നിന്റെ പ്രതിസന്ധി അല്ല ദൈവത്തെ വലുതായി കാണ്. ആമേൻ. നിന്റെ രോഗമല്ല വലുത്, ദൈവമാ വലുത്. ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. കുടുംബത്തിന്റെ വിഷയമല്ല വലുത്, നിന്റെ ദൈവമാ വലുത്. അവനെ വലുതാക്കി നിർത്തിയാൽ നിന്റെ പ്രതിസന്ധി അവന്റെ മുമ്പിൽ മഞ്ഞ് ഉരുകുന്നത് പോലെ ഉരുകി പോകുവാൻ ഈ 2026 അത് കണ്ണുകൾ കൊണ്ട് കാണും. ചില വാഗ്ദത്ത വചനങ്ങളായി ഏറ്റെടുത്തു. ആമേൻ സ്തോത്രം. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ദൈവത്തെ വെച്ച് കഴിഞ്ഞപ്പോൾ യിരെമ്യാവ് പറയുകയാ, ആമേൻ സ്തോത്രം, പ്രവാസത്തിൽ പോയി ജനം കടന്നു വരുമ്പോൾ എനിക്ക് അത് സ്വന്തം ദേശത്ത് പാർപ്പാൻ ദൈവം ഒരു ആമേൻ ഹല്ലേലൂയ ഒന്ന് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാ അല്ലേ. യിരെമ്യാവിനെ സ്വർഗം കാണാതെ പോയില്ല. ചങ്കുറപ്പോടെ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവപ്പൈതന് 2026 പ്രാരംഭ ഞായറാഴ്ച ആമേൻ ഹല്ലേലൂയ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഈ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറാണോ? ഈ ദൈവത്തിന് വേണ്ടി മറ്റൊന്നിനെയും നോക്കാതെ അവനെ നിന്റെ മുമ്പിൽ വെക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? അവനെ ഒന്ന് ചേർത്ത് പിടിപ്പാൻ താല്പര്യമുണ്ടോ? അവനെ മാറോടണയാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവനെ വലങ്കര പിടിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ, അവനെ നാളുമായി സ്നേഹിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ, പ്രതിസന്ധിയുടെ ആഴമല്ല വിഷയം, പ്രവർത്തിപ്പാൻ അവൻ ഇറങ്ങി വരും.